അമ്മ തിരുവയറുള്ളിൽ കുറുകണ കുഞ്ഞരിപ്രാവ് കുഞ്ഞമ്മിണിപ്രാവ്. ഹലോ നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MV വ്ളോഗ്സ്. വെരി ഗുഡ്. ഇങ്ങനത്തെ ഒരു ഇൻട്രോ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. കാരണം നിങ്ങൾക്കും ഏകദേശം കഥ ഒക്കെ മനസ്സിലായി കാണും. ഇന്ന് എന്താണ് വളകാപ്പ്. അതെ, ഫൈനലി നമ്മളുടെ വളകാപ്പ് ഫംഗ്ഷൻ അടുത്ത ഒരു മൈൽ സ്റ്റോൺ അല്ലേ. ഇങ്ങനെ ഇരുന്ന് ഞങ്ങൾ സംസാരിച്ചത് അതെ, അവസാനമായി ഞങ്ങൾ ഇത്ര ഒഫീഷ്യലായി ഇരുന്ന് സംസാരിച്ചത് കല്യാണത്തിനായിരുന്നു. അതും വളരെ, എനിക്ക് ഇപ്പോഴും കല്യാണത്തിനെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ കൊറോണയും ഓർമ്മയുണ്ടോ ആ മുഖം? നമ്മൾ അതന്നെ പറഞ്ഞത് ആ ഇൻട്രോയിലും എല്ലാം ഒന്ന് ഭംഗിയായിട്ട് നടന്നാൽ മതിയായിരുന്നു മാരേജിനാണെങ്കിലും. അതെ, പക്ഷെ ഇപ്പൊ ഫൈനലി നമ്മളിത് വളകാപ്പ് ഫംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഫംഗ്ഷൻ ഏതാനും നിമിഷങ്ങൾക്കകം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മുടെ ഡെക്കോർ റെഡിയാണ്, ഞങ്ങൾ റെഡിയാണ്, ഫാമിലി റെഡിയാണ്. ചെയർ മാത്രം റെഡിയല്ല, അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ പരിപാടി ചടപടേന്ന് തുടങ്ങും. അപ്പോൾ വെൽക്കം ടു ടുഡേസ് ഇവന്റ് മിഥിലാസ് വളകാപ്പ്. നമ്മളും ശരിക്കും ഇവന്റ് ഇപ്പം അങ്ങനെ നടത്തണം നമ്മൾ പ്രതീക്ഷിച്ചല്ല. കാരണം ഇപ്പോൾ അതിനിടയ്ക്ക് ഇപ്പോൾ ഒരു 2 months ബാക്ക് എൻ്റെ ഫാദർ മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എല്ലാവരെയും ഫാമിലിയിൽ, പ്രത്യേകിച്ച് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇവളുടെ അച്ഛനും അമ്മയ്ക്കാണെങ്കിലും ഭയങ്കരമായിട്ട് ഇങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു, എല്ലാ അച്ഛനമ്മമാരെയും പോലെ തന്നെ. അപ്പം അങ്ങനെ ഒരു പ്രഗ്നൻ്റ് ആയി എന്ന് പറഞ്ഞപ്പോഴും ഫാമിലി ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷെ അതിനിടയ്ക്ക് ഒന്നും അങ്ങനത്തെ ഒരു ന്യൂസൊക്കെ ഇട്ട് അപ്പം നമ്മൾ ഇതിനെ കുറിച്ചിട്ടൊന്ന് സംശയിച്ചിട്ടുണ്ടായിരുന്നു, നമ്മളിങ്ങനെ ഒരു ഇവൻറ്റ് നടത്തണോ വേണ്ടേ എന്നുള്ളത്. പക്ഷെ പിന്നെ ഫൈനലി ഇത് എപ്പോഴെങ്കിലും ഒരിക്കലൊക്കെ സംഭവിക്കുന്ന ഒരു ഇതായതുകൊണ്ട് ഞങ്ങൾ പിന്നെ എൻ്റെ അച്ഛനാണെങ്കിലും ഇപ്പം ഉണ്ടായിരുന്നെങ്കിലും മൂപ്പരും പറ്റുകയാണെങ്കിൽ ആ ഒരു ഷോട്ട് കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം എൻ്റെ വെഡ്ഡിങ് ക്ലിപ്പിൽ ഈ ഹൽദി ഫംഗ്ഷനിൽ മൂപ്പരായിരുന്നു ഫുൾ ഡാൻസ് ഒക്കെ ചെയ്ത്. അങ്ങനത്തെ ഒരു ഓൺ മനുഷ്യനായിരുന്നു. അതായത് നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു സഡൻ ഡെത്തും കൂടി ആയതുകൊണ്ട് നമ്മളെല്ലാവരും അതിലൊരു ഭയങ്കര ഒരു ഇതായിരുന്നു. ആൻഡ് ഈ ഒരു സമയത്ത് ആളായിരിക്കും ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ട് ഇവിടെ ഓടിച്ചാടി നടക്കേണ്ട ഒരാളും കൂടിയായിരുന്നു. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു, ഇത് ചെയ്യണോ വേണ്ടേന്ന്. പക്ഷേ ഫൈനലി നമ്മൾ ഡിസൈഡ് ചെയ്തു ചെയ്യണം എന്തായാലും. കാരണം ഒരു മെമ്മറീസ് ആണല്ലോ, അപ്പോൾ അങ്ങനെ ഒരു മെമ്മറി നമ്മൾ കീപ്പ് ചെയ്യാന്നുള്ളൊരു ഇതിൽ ഈ ഒരു ഈവൻറ്റ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി വെഡ്ഡിങ് ഒരു വേറൊരു ഫീലാണെങ്കിൽ ഇത് എനിക്ക് സ്പെഷ്യലി വേറെ തന്നെ ഒരു ഫീലാണ്. കാരണം എന്നെ പേഴ്സണലി പരിചയമുള്ള ആൾക്കാർക്ക് അറിയാം ഞാൻ എങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അതായത് ഒരു സ്ഥലത്ത് നിൽക്കാതെ ചാടി ഓടി ഏത് ഇവൻറ്റിൽ കണ്ടാലും ഞാൻ മറ്റേ പറന്ന് നടന്ന് ഉള്ള ഒരു സെറ്റപ്പാണ്. പക്ഷേ ഈ ഗർഭിണി ആയതിൻ്റെ ശേഷമാണ് ഞാൻ എങ്ങനെ പതുക്കെ നടക്കാം, എങ്ങനെ സ്റ്റെപ്പ് പതുക്കെ ഇറങ്ങാം, എങ്ങനെ ഓടാതെ കാര്യങ്ങൾ ചെയ്യാം. എന്നാലും ഓടി അവസാനത്തെ ഇന്നത്തെ ദിവസം ഫുൾ ഓട്ടായിരുന്നു. എന്നാലും അപ്പോൾ എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ്. വെഡ്ഡിങ് പോലെയല്ല, ഇത് വേറെ തന്നെ ഒരു ഫീലിംഗ് ആണ്. காலம் முழுதும் உன்னை ரசிப்பேன், ஆசை மழையே பேசும் அழகே என்னை much elated ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ. to be Midila Sriven and father to be Sriven.
symptoms more? ആരായിരിക്കും? മോം ആണോ ഡാഡ് ആണോ? അവര് പറയട്ടെ ആദ്യം. അവര് മോം പറഞ്ഞു. മോമാണോ? ശ്രീകുട്ടന് എന്താ തോന്നണെന്ന് വെച്ചാ അത്. ഓക്കെ. Whom will the baby resemble more? ബാവ ആരെ പോലെ ആയിരിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നു? ശ്രീകുട്ടൻ. ആരുമില്ല, എനിക്ക് ആരുമില്ല, എന്റെ പോലെ ഇരിക്കും. വാവേനെ ആരായിരിക്കും ഏറ്റവും കൂടുതൽ സ്പോയിൽ ചെയ്യാ? പുന്നാരിക്കുന്നത് ആരായിരിക്കും? ശ്രീകുട്ടനാണോ പുന്നാരിക്കുന്നത്? മിഥില അത് പറ്റൂല. ആൻസർ അല്ല, പൊക്കടാന്ന് പറഞ്ഞതാ. ഓക്കെ, ആൻസർ പറഞ്ഞു കൊടുത്തതല്ല എന്ന്. ഓക്കെ ഓക്കെ, അടുത്തത് ഡൈപ്പർ ഏറ്റവും കൂടുതൽ ചേഞ്ച് ചെയ്യുന്നത് ആരായിരിക്കും? മോമോ മിഥില? അതെന്താ ഇവനെ ചേഞ്ച് ചെയ്താ? ഇവന് ചേഞ്ച് ചെയ്തെന്താ? അതെ, ആരായിരിക്കും? ശ്രീകുട്ടൻ ചെയ്യണം. അയ്യോ, വീട്ടിൽ ചെന്ന് അടി വീഴുമെന്ന് അറിയാം, അതുകൊണ്ടാണ്. അവിടെ 2 കുഞ്ഞുങ്ങളുടെ ഡാഡി ഉണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ചോദിച്ചോ. ഡാഡിയുടെ എക്സ്പീരിയൻസിൽ എന്താ? ആരാ ഏറ്റവും കൂടുതൽ ഡൈപ്പർ ചേഞ്ച് ചെയ്യുന്നത്? സിസ്റ്റർ മോമാണ്. മമ്മി എന്തേ ഓടി വരുന്നുണ്ട്? ഞാനാണ്. ഓക്കെ, ഹൂ വിൽ കം അപ്പ് വിത്ത് എ നെയിം? പാവയ്ക്ക് പേര് ആരായിരിക്കും സജസ്റ്റ് ചെയ്യുന്നത്? മോം, ഡാഡ്, ഷീബാമ? ഓക്കെ, ഞാൻ 2 പേരും പറഞ്ഞു. ഇവിടെ 2 പേരും പറഞ്ഞു. ശ്രീകുട്ടൻ മിഥിലയാണ്. ഓക്കെ, മെജോറിറ്റി ഐ തിങ്ക് മിഥില വിൻസ് അല്ലേ ഫോർ ദിസ്. Who will likely put the diaper backwards? തെറ്റായിട്ട് ആരായിരിക്കും ഇടണേ? ഡാഡ്. അറിയാലേ. യൂണിവേഴ്സലി ഡാഡാണ്. ഓക്കെ, ആരായിരിക്കും ഏറ്റവും കൂടുതൽ വീട്ടില് ക്വസ്റ്റ്യൻസ് ചോദിച്ച് വിളിക്കുക? വീട്ടിലേക്ക്, അതായത് എന്തെങ്കിലും അവയുടെ സംബന്ധിച്ച് സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി കോളുകളൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ആദ്യം വിളിക്കുന്ന ആരായിരിക്കും? മിഥില ഓർ ശ്രീകുട്ടൻ? മിഥില. എന്റെ മോമ് ഒടിഞ്ഞു പോയി. ആരായിരിക്കും ഏറ്റവും കൂടുതൽ പിക്ചർ എടുക്കുക? ഓഫ് കോഴ്സ് ദ യൂട്യൂബർ ബ്ലോഗർ മിഥില. ആർക്കായിരിക്കും അടുത്ത കുട്ടി ആദ്യം വേണ്ടത്? Who will take the decision? Who will want the kid first? No. ഇതോടെ. Okay. ഫസ്റ്റ് ഡേ ഓഫ് ദ സ്കൂളിനെ ഓർത്തിട്ട്, ബേബിയുടെ ഫസ്റ്റ് ഡേ ഓഫ് ദ സ്കൂൾ ഓർത്ത് സ്ട്രെസ് ചെയ്യണത് ആരായിരിക്കും? മോം. മിഥില. സിമ്പിൾ. കറക്റ്റ് അറിയാം മിഥിലയുടെ എല്ലാ സ്ട്രെസ് ഞാൻ തന്നെ എങ്ങനെയൊക്കെയായിരിക്കും ഹാൻഡിൽ ചെയ്യണമെന്നാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫോർ ദ ഡേ. ഏറ്റവും സ്ട്രിക്റ്റ് ആരായിരിക്കും? അവിടെ ഡാഡാണ്. നല്ല സ്ട്രിക്റ്റ് ആണ്. ശ്രീകുട്ടൻ അവിടെ ഇരുന്ന് ചന്തിക്ക് അടിച്ചു വളർത്തണം. ആര്? കുട്ടീനെ മിഥിലായിരിക്കും. അപ്പൊ ശ്രീകുട്ടനോ? ഞാനായിരിക്കും, ഒന്നും സംശയമില്ല. അടിച്ചു വളർത്തും. ഇത് റെക്കോർഡ് ചെയ്യണേ. റെക്കോർഡ് മൈക്ക് ഉണ്ട്. Question and answer round. ചുമ്മാ ഒരു fun round to get to know the parents, mom and dad to be. Okay. Thank you audience. അങ്ങനെ നമ്മുടെ ഫാമിലി ഇവിടെ വന്നിട്ടുണ്ട്. ഫാലിമി അല്ലേ? പപ്പയുണ്ട്, മമ്മിയുണ്ട്, മൈ മദർ ഇൻ ലോ ഉണ്ട്, സിസ്റ്റർ ഇൻ ലോ ഉണ്ട്, എല്ലാവരും ഉണ്ട്. നമുക്ക് ഇവരോട് ചോദിക്കാം. ഞാൻ ഗർഭിണിയെ കുറിച്ച് 2 വാക്ക് ഇവരോട്. നീ അവിടുന്ന് ചോദിച്ചോ. അമ്മമാരുടെ അടുത്ത് പറയൂ വേഗം. സന്തോഷമാണോ എന്ന്? സുഖം, സന്തോഷം. ഇങ്ങനെ എന്നെ കണ്ടേല് താങ്കൾക്ക് എന്ത് തോന്നുന്നു? സന്തോഷം. അമ്മ പറയൂ. ഞാൻ പറയുന്നത് എന്താ വെച്ചാല്, ഇങ്ങനെ മിഥിലേനെ ഒരിക്കലും കണ്ടിട്ടില്ല. ഇല്ല. അതല്ല, ഗർഭിണിയായിട്ടെന്നല്ല, ഇമാജിൻ ചെയ്തിട്ടില്ല. ഇങ്ങനെ നടക്കുന്ന ഒരു കുട്ടി ഇങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരിക്കുന്ന ആദ്യമായിട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പഴും ഞാൻ എല്ലാം സ്ലോ മോഷൻ. അതുകൊണ്ട് ഭയങ്കര അധികം സന്തോഷം. പിന്നെ ഞാൻ ഒരു അമ്മൂമ്മയാവാൻ പോടയില്ല, അതിലും സന്തോഷം. വെരി നൈസ്. ഇനി അടുത്ത അച്ചമ്മയ്ക്ക് കൊടുക്കൂ. അച്ചമ്മ ടു ബി. അച്ചമ്മയ്ക്ക് എന്ത് തോന്നുന്നു? സന്തോഷം തന്നെയാണ്.
പക്ഷേ അതിൽ വേറൊരു സാഡ് ഉണ്ട്. അതെ, അത് നമ്മള് നേരത്തെ പറഞ്ഞു നമ്മളുടെ, പക്ഷെ മൂപ്പര് അവിടെ ഇരുന്നിട്ട് ബ്ലെസ് ചെയ്യേണ്ടത് എല്ലാം കാണുന്നുണ്ടാവും. മൂപ്പർക്കായിരുന്നു ഇതൊക്കെ നടത്തണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ മൂപ്പരുടെ ബ്ലെസ്സിങ് നമുക്ക് എപ്പോഴും ഉണ്ടാവും. അടുത്ത സിസ്റ്റർ ഇൻ ലോ, ഞങ്ങളുടെ ബ്രദർ ഇൻ ലോ ഉണ്ടായിരുന്നു. പക്ഷെ ബ്രദർ ഇൻ ലോന് ചില സാങ്കേതിക കാരണങ്ങളാൽ വരാൻ പറ്റിയില്ല. ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. സിസ്റ്റർ ഇൻ ലോ 2 വാക്ക് പറയൂ. എന്ത് തോന്നുന്നു? സുഖം സന്തോഷം. ഓക്കെ, സെറ്റ്. അപ്പൊ ഞങ്ങള് എല്ലാരും അങ്ങ് ഇവന്റ് സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാവരുടെയും അനുഗ്രഹം വേണം. ഓക്കെ, അങ്ങനെ നമ്മളുടെ ഈവന്റ് ഭംഗിയായിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയി. ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടും അതെ കളർഫുള്ളായി. നമ്മൾ ഔട്ട്കം ആയിട്ട് ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടമായി, സന്തോഷമായി, ഹാപ്പിയായി. എന്തായാലും ഇനിയിപ്പോൾ ഇവിടെ വോട്ടുകൾ ഉണ്ട്, ഗെയിം ഉണ്ടായിരുന്നു, ഇനി അടുത്ത ഫുഡാണ്, പിന്നെ വേറെ അടിപൊളി ഡാൻസ് പെർഫോമൻസ് എല്ലാം. അതെ, അപ്പൊ ഇതിന്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഞാൻ ചാനലിലൂടെ നിങ്ങൾക്ക് ഘട്ടമായി നിങ്ങളെ കൊല്ലും ഞാൻ ഇതൊക്കെ കാണിച്ചിട്ട്. എന്തായാലും നമ്മുടെ ഈവന്റ് എല്ലാം ഗംഭീരമായി. ഈവനിങ് ആയി, ഒരു സൺസെറ്റ് ആയി. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ റിസോർട്ടിനെ കുറിച്ചും പറഞ്ഞില്ലേ അല്ലേ? റിവർ സൈഡ് എന്ന് പറഞ്ഞാൽ നെട്ടൂറുള്ള ഒരു റിസോർട്ടാണ്. ആൻഡ് അടിപൊളി ആംബിയൻസ് ആയിരുന്നു. ക്യാമറ, ഫോട്ടോ ആൻഡ് വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി. അതായത് നമ്മുടെ ഫ്രണ്ട് നമുക്ക് UK കിട്ടിയ നമ്മുടെ ഫ്രണ്ട്ഷിപ്പാണ്. അമലിന്റെ ബ്രദറിനെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. അവർ നാട്ടിലും UK അമല് UK ചെയ്യേണ്ടത്, നാട്ടിൽ അനിയനാണ് ഫുള്ള് റൺ ചെയ്യുന്നത്. അപ്പൊ അടിപൊളി ടീമാണ്. പിന്നെ എൻ്റെ മേക്കപ്പും കാര്യങ്ങളും ചെയ്യണ എൻ്റെ എന്താ പറയുക, ഞങ്ങൾ കോളേജ് മേറ്റ്സ് ആണ്. അഴക് ബൈ ദിവ്യ എന്നാണ് ദിവ്യൻ്റെ പേജ്. അപ്പോൾ അതും കൂടി ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. ഞങ്ങൾ എന്തായാലും ഹാപ്പിയാണ്. ഇനി വെറും 3 മാസം ആ ബോർഡിൽ കുത്തിയ വോട്ടിൻ്റെ റിസൾട്ടായിട്ട് ഒരാൾ 3 മാസം കഴിഞ്ഞാൽ വരും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഹാപ്പി ആയിട്ടിരിക്കാം, കണ്ടറിയാം. എല്ലാവരും പ്രേ ചെയ്യുക, എല്ലാം അടിപൊളിയായിട്ട് വേണം. So if you like this video, do like, share and subscribe and bye.